ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ സുധർമ്മ. 2 മാസമായിട്ട് സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂം എന്നുള്ള ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 10th +1 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം കുറേ കുട്ടികൾ +2ൻ്റെ ഫിസിക്സ് എടുക്കുമെന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ +2 സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം സ്കൂളിൽ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് തീർന്നിട്ടുണ്ടാവും. വിക്ടേഴ്സ് ചാനലൊക്കെ നമുക്കറിയാം എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് സ്കൂളത്തെ സിലബസായിട്ട് ഒന്നിച്ച് പോകുന്നതാണല്ലോ നല്ലത്. അപ്പം 3rd ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്ന. അപ്പം പാരലായിട്ട് ഞാൻ മറ്റേ ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് കൂടി എടുത്തു തരാം. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 10th ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി നമ്മുടെ ലൈഫിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫോം ഓഫ് എനർജിയാണ് എന്ത് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക്കൽ എനർജി എന്നുള്ള സംഭവം അല്ലേ. ഇലക്ട്രിക് കറണ്ട് ഇല്ലാണ്ട് നമുക്ക് ഇന്നത്തെ സമയത്ത് നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആക്സസ് ചെയ്യണമെങ്കിലൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പം ആ കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്കൊരു ക്വിക്ക് റിവിഷൻ പോലെ നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ നമ്മൾ 12th ലെവലിലുള്ള എക്സ്ട്രാ ഇക്വേഷൻസ് എല്ലാം ഉണ്ട്. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് കറണ്ടിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ചാർജ് എന്താണെന്ന് അറിയണം അല്ലേ. 2 ടൈപ്പിലുള്ള ചാർജ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ചാർജിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? കുളോംബ്. അപ്പം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഇസ് കോൾഡ് ആസ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് കറണ്ട് I = Q/T. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐനെ നമ്മളൊരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് എടുത്താൽ I of t = ലിമിറ്റ് Δt → 0 Δq/Δt. ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനിലേക്കൂടെ ഒരു ചെറിയ ടൈമിൽ കടന്നു പോകുന്ന ചാർജിൻ്റെ എണ്ണം അല്ലേ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ് എന്ത്? കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കണ്ടക്ടേഴ്സിലേക്കൂടെയാണ്. കണ്ടക്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? കണ്ടക്ടേഴ്സിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതാണ് അതിന് കണ്ടക്ഷൻ പോസിബിൾ ആക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ ടു മൂവ്. ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ് എന്ത്? ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ കണ്ടക്ടേഴ്സിൻ്റെ സർഫസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊരു കോപ്പർ വയറാണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവത്തിന് നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പം ബാറ്ററിയിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ട്. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പോസിറ്റീവും മറ്റേ സൈഡിൽ നെഗറ്റീവും ആയിട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം നമ്മുടെ ബാറ്ററീൻ്റെ പോസിറ്റീവ് എൻഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി. ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി എന്ന് പറയാം. നമ്മൾ ഓൾറെഡി റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഇലക്ട്രോൺസ് എല്ലാം ഇപ്പം നേരെ എങ്ങോട്ട് പോകും? എല്ലാം ഈ നെഗറ്റീവ് ടു പോസിറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി മൂവ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ഡയറക്ഷൻ ഓഫ് കൺവെൻഷണൽ കറണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററിയാണ് കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ. അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ അല്ലേ. പോസിറ്റീവ് എന്ന് പറയുന്നത് ഹൈ പൊട്ടൻഷ്യലാണ്. നമ്മൾ എവിടെയും കൂടുതലുള്ളിടത്തുനിന്ന് കുറവിലേക്കല്ലേ നമ്മൾ എന്ത് സംഭവം പോവുക. അപ്പോൾ അതുപോലെ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലാണ് എന്ത്? കറണ്ട് പോവുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി ആൻഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാഗ്നറ്റിസം ചാപ്റ്ററൊക്കെ പഠിക്കുമ്പം ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്നുള്ളത് അവിടെ ബീറ്റ പാർട്ടിക്കിൾ മൂവിങ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് ചോദിക്കും. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഈ നോളജൊക്കെ അവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ആൽഫ പാർട്ടിക്കിൾ മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജാണ്. അപ്പം പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പം പോസിറ്റീവ് ചാർജ് എങ്ങോട്ടാണോ മൂവ് ചെയ്യണത് അതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്.
അത് ഓപ്പോസിറ്റ് ഓഫ് നെഗറ്റീവ് ചാർജസ് ആണ്. ഇവിടെ ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് എൻഡ്. അപ്പം കറണ്ട് ഫ്ലോസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എൻഡ് ഓഫ് ദ സെൽ എന്ന് പറയാം, സെൽ അല്ലെങ്കിൽ ബാറ്ററി. അപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ത്? ഓംസ് ലോ. ഓംസ് ലോ നമ്മൾ 10th ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇലക്ട്രിക് നെറ്റ്വർക്ക്സ്, സർക്യൂട്ട്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഓംസ് ലോ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് നമ്മൾ ഇപ്രാവശ്യം. അപ്പോൾ ഓംസ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. When the physical conditions remain constant, the current flowing through a conductor is directly proportional to the potential difference across the ends of the conductor. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ എമൗണ്ടും കൂടും. വോൾട്ടേജ് കുറക്കുകയാണെങ്കിൽ കറണ്ടിൻ്റെ എമൗണ്ട് കുറയും ഒരു കണ്ടക്ടറിലേക്ക് കൂടെ. അപ്പം വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം V ഈക്വൽസ് IR. അപ്പോൾ ഈ R എന്താണ്? R എന്നുള്ളതാണ് എന്ത്? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം. റെസിസ്റ്റൻസ് എന്താ യൂണിറ്റ്? ഓംസ് അല്ലേ? ഓംസ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഇതാണ് ഓമിൻ്റെ സിമ്പിള്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 കണ്ടക്ടേഴ്സ് കാണാം, 3 ഷേപ്പിൽ കണ്ടക്ടേഴ്സ് കാണാം. ഇവിടെ ഉള്ളത് ലെങ്ത് എയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആയിട്ടുള്ള ഒരു കണ്ടക്ടർ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഡയഗ്രത്തിൽ അതേ കണ്ടക്ടർ ഡബിൾ ലെങ്ത് ആയിട്ട് അതേപോലെയുള്ള 2 കണ്ടക്ടേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തു എന്ന് പറയാം നമുക്ക്, അല്ലേ? അങ്ങനെ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഡയഗ്രം എന്താ? ഒരു കണ്ടക്ടർ ഹാഫ് ഏരിയയും സെയിം ലെങ്ത്തും ഉള്ള കണ്ടക്ടേഴ്സ് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം എന്താണ് റെസിസ്റ്റൻസിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം resistance of a conductor is directly proportional to the length of the conductor and resistance is inversely proportional to the area of cross section of the conductor. ഈ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു കോപ്പർ വയർ എടുക്കുമ്പോൾ അതിന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എന്താ? സർക്കുലാർ ക്രോസ് സെക്ഷനാണ്. ഒരു കക്കിരിയൊക്കെ എടുത്തിട്ട് നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു വട്ടത്തിൽ ഷേപ്പ് വരില്ലേ, സർക്കിൾ ഷേപ്പ് വരില്ലേ, അതാണ് അതിൻ്റെ എന്താ പറയുക ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? എ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂടുമ്പോൾ ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റിയും കൂടും, കുറയുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കുറയും. ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ളത് നമ്മൾ 1/, ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ ഈ 2 ഇക്വേഷൻസും നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് R ഈക്വൽസ് റോ L ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. ഈ റോ എന്ന് പറയുന്ന സംഭവമാണ് എന്ത്? റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ വേറൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഇത് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പം ഈ ഇക്വേഷൻ വെച്ചിട്ട് റോ ഈക്വൽസ് RA ഡിവൈഡഡ് ബൈ L എന്ന് കാണാം. അപ്പം R എന്താണ്? ഓംസ്, ഏരിയ മീറ്റർ സ്ക്വയർ, ലെങ്ത് മീറ്റർ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് ഓം മീറ്റർ എന്നാണ് റെസിസ്റ്റിവിറ്റീൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷനാണ് R ഈക്വൽസ് റോ L ബൈ എ. അപ്പോൾ ഈ കാണുന്ന ഡയഗ്രത്തിൽ ഇവിടെ ലെങ്ത്ത് സെയിം ആണ്, ലെങ്ത്ത് L-ഉം ഏരിയ എയും. അതേപോലെ ഇവിടെ 2 ടൈംസ് ദ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡബിൾ ആയിരിക്കും. ഇവിടെ L സെയിം ആണ്, ഏരിയ കുറവാണ്, ഏരിയ ഹാഫ് ആണ്. അപ്പോൾ എന്ത് പറ്റും? ഏരിയ ഹാഫ് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് റെഡ്യൂസസ് ടു ഹാഫ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് നമുക്ക് R ഈക്വൽസ് റോ L ബൈ എ ഉണ്ട്. നമ്മൾ ഓംസ് ലോ പ്രകാരം നമ്മൾ V ഈക്വൽസ് IR ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് എഴുതാം? I ഇൻറ്റു R എന്നുള്ളതിന് ഞാൻ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ റോ L ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതി. ഇനി നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കറണ്ട് ഡെൻസിറ്റി അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ J. കറണ്ട് ഡെൻസിറ്റി J ഈക്വൽസ് I ഡിവൈഡഡ് ബൈ എ. എന്താണത്? ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ കറണ്ട് പെർ unit area taken normal to the current. It's called as current density.
അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? I/A. I എന്നുള്ളത് കറണ്ട് ആണ്. അപ്പം കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? കറണ്ട് ഡെൻസിറ്റീൻ്റെ SI യൂണിറ്റ് വരുന്നത്. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി പുതിയ ടേമാണ് നമ്മൾ പഠിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ഇറ്റ്സ് ഈക്വൽ ടു ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. അപ്പം നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് E അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ലെങ്ത്, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു E മൾട്ടിപ്ലൈഡ് ബൈ L എന്ന് നമുക്കറിയാം. ആ ഇക്വേഷൻ ഞാൻ ഈ V ഈക്വൽസ് IR എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ V ഈക്വൽസ് IR ആണ്. IR ഈസ് ഈക്വൽ ടു I ഇൻറ്റു റോ L ബൈ A. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോവാണ്. ഈ I/A നമ്മളൊരു പുതിയ ടേം പഠിച്ചു കഴിഞ്ഞു അല്ലേ? I/A എന്താണ്? J. അപ്പം J ഇൻറ്റു റോ ഇൻറ്റു L. V എന്താണ്? V ഈക്വൽസ് EL. അപ്പം EL ഇസ് ഈക്വൽ ടു J റോ L. അപ്പോൾ ഇവിടെ L ഉം ക്യാൻസൽ ആവും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് E ഇസ് ഈക്വൽ ടു J ഇൻറ്റു റോ. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയൊരു ഇക്വേഷൻ പഠിക്കുന്നത്. ഈ റോ എന്നുള്ളത് എന്താണ്? റെസിസ്റ്റിവിറ്റി. അപ്പം റെസിസ്റ്റിവിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ ഇക്വേഷൻസ് E ഈക്വൽസ് J റോ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് J ഇസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ റോ എന്ന് എഴുതാം. E ഡിവൈഡഡ് ബൈ റോ. ഈ ഇതിലത്തെ 1/ρ എന്നുള്ളതിനെ ഞാൻ വേറൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പോവാണ്. 1/ρ ഇസ് ഈക്വൽ ടു സിഗ്മ. ഈ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ടിവിറ്റി. സിഗ്മ ഈസ് കോൾഡ് ആസ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? കിട്ടും ഒരു ഇക്വേഷൻ J ഇസ് ഈക്വൽ ടു സിഗ്മ E. ഇത് വേറൊരു ഇക്വേഷൻ. അപ്പം ഇതൊക്കെ എന്താ, നമ്മൾ ഓംസ് ലോന് തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പല ടേംസുമായിട്ട് നമ്മൾ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം 2-3 പുതിയ ടേംസ് നമ്മൾ പഠിച്ചു. ഇന്ന് കറണ്ട് ഡെൻസിറ്റി J ഇസ് ഈക്വൽ ടു കറണ്ട് പെർ യൂണിറ്റ് ഏരിയ, ഇറ്റ്സ് യൂണിറ്റ് ഇസ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ. E ഇസ് ഈക്വൽ ടു J റോ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. J ഇസ് ഈക്വൽ ടു സിഗ്മ E. J എന്നുള്ളത് കറണ്ട് ഡെൻസിറ്റി, J ഈക്വൽ സിഗ്മ E. അപ്പം 1/ρ ഇസ് ഈക്വൽ ടു സിഗ്മ, ഇറ്റ്സ് ദ കണ്ടക്ടിവിറ്റി. അപ്പം ഇന്ന് കുറേ പുതിയ ടേംസ് പഠിച്ചു. എല്ലാവർക്കും ഈ ഡെറിവേഷൻസ് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. സിമ്പിൾ ഡെറിവേഷൻസ് ആണ്. ഇവിടെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഒന്നുമില്ല. വീഡിയോ പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണുക. എന്നിട്ട് ഇക്വേഷൻസ് എല്ലാം നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഒറിജിൻ ഓഫ് റെസിസ്റ്റിവിറ്റി. നമ്മൾ ഈ ഓംസ് ലോനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടേം പഠിക്കുന്നുണ്ട്. അവിടെ ഒരു ഇക്വേഷൻ ഡെറിവേഷൻ ഉണ്ട്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസും ഉണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ്സിലായിരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്കൊക്കെ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.